ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഞങ്ങൾ ഒത്തിരി നാളെ ശേഷമാണ് ഇന്നൊരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ എടുക്കും, പക്ഷെ ഞങ്ങള് അപ്ലോഡ് ചെയ്യാറില്ല. ഒന്നും മിണ്ടാതിരിക്കും. അതാ ഞങ്ങള് വ്ളോഗ് എടുക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഓ ഗെയിമിനെ നോക്കിയിരിക്കുക. ഇതായിരിക്കും മറ്റേ കട്ട് ചെയ്ത് ഇതിടുന്നത്. ഞങ്ങൾ പറയട്ടെന്ന് ഗൈസ്, ഞങ്ങളുടെ ലക്ഷ്മി മോക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ ലക്ഷ്മി മോക്ക് അറിയത്തില്ല ഞങ്ങൾ വരുന്ന കാര്യം അല്ലേ? അതെ. യെസ്. നീ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നത്? എന്തിനാ ഈ ആവശ്യമില്ലാത്തടത്ത് ചിരിച്ച് സ്പേസ് കളയുന്നത്? എനിക്ക് തോന്നുന്നു ഗൈസ് അത് പോയത്. ഗൈസ് ഇത് ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല, ഇതുപോലെ തന്നെ റോ ആയിട്ട് ഇടും. എന്തിനാ ഇടും? എല്ലാരും കാണട്ടെ. ഗൈസ് ഞങ്ങളപ്പം ഏകദേശം ഒരു വെളുപ്പിന് 2 മണിയാകുമ്പോഴാണ് എത്താൻ പോകുന്നത് എന്നാണ് മാപ്പ് കാണിക്കുന്നത്. പിന്നെ കഴിച്ചിട്ടൊക്കെ വരുമ്പോ ഒരു സമയമായിരിക്കും. ഞങ്ങളുടെ ലക്ഷ്മിമോക്ക് രാവിലെ സ്കൂളിലും പോണം. അപ്പം ലക്ഷ്മിമോള് ബേസിക്കലി ലക്ഷ്മിമോൾ ആരാണെന്ന് പറ. ലക്ഷ്മിമോള് ഞങ്ങളുടെ സ്വന്തം അമ്പാടി ചേട്ടന്റെ അമ്പാടി ചേട്ടൻ ആരാ? അപ്പൊ അമ്പാടി ചേട്ടൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എല്ലാവരുടെയും ലൈഫിൽ കാണുമല്ലോ ഒരു പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ. അതുപോലെ ഞങ്ങളുടെ ലൈഫിലെ ഒരു പ്രിയപ്പെട്ട പ്രധാന കണ്ണിയാണ് ഞങ്ങളുടെ അമ്പാടിച്ചേട്ടൻ. അമ്പാടിച്ചേട്ടന്റെ സ്വന്തം പ്രിയധർമ്മിണി, പ്രിയതമ്മ അല്ലെങ്കിൽ സഹധർമ്മിണിയാണ് നമ്മുടെ ലക്ഷ്മി മോൾ. ലക്ഷ്മി മോള് ഞങ്ങളുടെ ഇപ്പൊ അങ്ങനെയാണ് ലക്ഷ്മി മോള് ഞങ്ങളുടെ അടുത്തോട്ട് വന്നത്. പക്ഷേ ലക്ഷ്മി മോൾ ഇപ്പൊ ഞങ്ങളുടെ വേറൊരു കണ്ണിയായി മാറി. അതെ, മറ്റൊരു അമ്പാടിച്ചേട്ടന്റെ സഹധർമ്മിണി എന്ന ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ അമ്പാടിച്ചേട്ടൻ അറിയാം ഞങ്ങൾ വരുന്നത്, പക്ഷെ ഞങ്ങളുടെ ലക്ഷ്മി മോക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ലക്ഷ്മി മോക്ക് സർപ്രൈസ് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സർപ്രൈസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. യെസ് ഗൈസ്, അതാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഞങ്ങളാണെങ്കില് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് ഞങ്ങള് ബാംഗ്ലൂരിന്റെ ഒരു മൂലക്കായിട്ടാ പോകുന്നത്. അപ്പം ബാംഗ്ലൂർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് ഹൈദരാബാദ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഒരു ഏതാണ്ട് 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഞങ്ങള് കാറിൽ നിന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാനൊക്കെ കയറി. അപ്പൊ ഞങ്ങളുടെ സർപ്രൈസ് രംഗം വരെ ആയിരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, സാധാരണ മലയാളത്തിൽ സംസാരിച്ചാൽ വേണ്ട. ഞാൻ പറഞ്ഞ് അനാവശ്യമായിട്ട് പറയും. സ്പേസ് കളയുക. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യത്തില്ലേ, പിന്നെ അത് കട്ട് ചെയ്യേ ഇത് കട്ട് ചെയ്തൊന്നും എന്നിട്ട് പറയില്ല. പറയുന്ന മലയാളം നീ അങ്ങനെ ഇടണം. പ്രിയധർമ്മിണി ഞാൻ ഇടും. എന്താ കുഴപ്പം? പ്രിയധർമ്മിണി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ധർമ്മിണിയല്ലേ അത്? ധർമ്മിണിയോ? എല്ലാ മലയാളം അറിയാവുന്ന ആൾക്കാര് അപ്പൊ പ്രിയതമ എന്ന് പറയുന്നുണ്ടല്ലോ ആൾക്കാര്. പ്രിയതമ എന്ന് പറയുന്നതും എന്നാ പോട്ടെ ഗൈസ്. എവരിങ്ങനെ ഷർട്ട് ഇങ്ങനെ ഇടപെടും. ഓക്കെ, നമ്മള് നമ്മുടെ ലക്ഷ്മിമോള് സർപ്രൈസ് ആവുന്നത് കാണിക്കാം ഞങ്ങള്. ഓക്കെ, ലക്ഷ്മിമോള് സർപ്രൈസ് ആയില്ലേ, നമ്മള് സർപ്രൈസ് ആയി പോകും. അതെ, ഞങ്ങളെ എക്സൈറ്റ്മെന്റിൽ ഞങ്ങളുടെ ലക്ഷ്മിമോളുടെ റിയാക്ഷൻ കാണാൻ. ഞങ്ങളുടെ ലക്ഷ്മിമോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട എക്സ്പ്രഷൻ തരും, ഷുവറാണ്. അതെ, ലക്ഷ്മിമോൾ ഒരു എക്സ്പ്രസീവ് ഗേൾ ആണ്. എന്നുവെച്ചാൽ ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായി സന്തോഷിക്കുന്ന ഒരു നല്ലൊരു ലക്ഷ്മിമോളാണ് ഞങ്ങളുടെ. അല്ലേടി? അതെ. അമ്പാടിച്ചേട്ടന്റെ സെലക്ഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്മിമോൾ. അപ്പം ഞങ്ങൾ എന്നാ പോകുന്ന യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചു, അവിടെ വരെ എത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ആനയൂട്ടിന് പോലെ പോകുന്ന പോലെ തിന്നും. ഗായ്സ് ഇത് കണ്ടോ? എവളുടെ ബാംഗ്ലൂർ വരെ പോയി. ഇതെല്ലാം എവിടെയാ? ഇതെല്ലാം നടന്ന് തിന്നു. എവളും നാരായണനും കൂടി ഇതെല്ലാം തിന്നുന്നത്. ഞങ്ങളല്ല, ഞാനും ശ്രീഹു ഹെൽത്തി ഫുഡ്സ് ആണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങള് പോകുന്നിടത്ത് കഴിക്കാൻ കയറുന്നതും അതും ഇതും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ കുറെ നാളെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്തിരിക്കും. ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ കണ്ട ഇതാ എവള് കട്ട് ചെയ്തിട്ട് അവരൊന്നും പറയാൻ തന്നെ. എന്തായാലും ഇനി പറയുമ്പോ പിടിക്കാം. ആരെ പിടിക്കും? നീ പറയുന്നതെല്ലാം പിടിച്ചെടുക്കും ഞാൻ. ഇവളുടെ നിങ്ങളെല്ലാരും ക്ഷമിക്കുക. ഇവൾ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ പറയും.
പറയട്ടെ നിന്റെ സാധാരണ മലയാളം. എല്ലാരും എല്ലാം കാണുമല്ലേ? അതുകൂടെ പറ. ബൈ. ശരി ഗൈസ്, ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ബ്രേക്ക്. ആ, ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ അമ്പാടിച്ചേട്ടൻ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് അവിടെ അമ്പാടിച്ചേട്ടൻ. ലക്ഷ്മിമൊക്കെ അറിയത്തില്ലല്ലോ. ലക്ഷ്മിക്ക് അറിയാത്തത് കൊണ്ട് ലക്ഷ്മി മോള് ചിലപ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. നിങ്ങളും എക്സൈറ്റഡ് അല്ലേ ഞങ്ങളുടെ ലക്ഷ്മി മോളെ കാണാൻ വേണ്ടി? നിങ്ങൾക്കറിയത്തില്ല ലക്ഷ്മി മോൾ ആരാമോ? അതാ. ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞു. ഞാനും ശ്രീയും ബിരിയാണി, മട്ടനും നാനും. നാരായണന്റെ തലയിൽ എന്തുവാ അവർ ഉടുപ്പ് അനങ്ങുന്നുണ്ടോ? ഭയങ്കര കാറ്റാ വെളിയിൽ. അകത്ത് കയറാൻ പറഞ്ഞിട്ട് കയറുന്നില്ല. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു, പക്ഷെ ഭയങ്കര മഴ, പെരുമഴ, നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. എന്താ ഗൈസ്, ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതാ ഞങ്ങൾ ലക്ഷ്മി മോളുടെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ലക്ഷ്മി മോൾ ഉറക്കായിരിക്കും. ഞങ്ങളുടെ അമ്പാടിച്ചേട്ടനെയൊക്കെ കണ്ട് അമ്പാടിച്ചേട്ടൻ ആകെ എക്സൈറ്റ്മെന്റിലാണ്. ലക്ഷ്മി മറ്റേ നുള്ളി നോക്കുമായിരിക്കും. എടാ ദുഷ്ട, സത്യം സത്യം രണ്ട് സെക്കൻഡ് ഡിലേ ആയിരുന്നു. ഗൈസ്, ഞങ്ങളുടെ ലക്ഷ്മി മോള് ഇതാണ് ഗൈസ്. അതെ, ഞങ്ങൾ പറഞ്ഞില്ലേ ഇച്ചിരി മതി. കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ എക്സ്പ്രഷൻ ഇഷ്ടം പോലെ കിട്ടും പറഞ്ഞില്ലേ. കട്ട് ചെയ്തേ. ഞങ്ങളുടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ലക്ഷ്മി മോള്. അല്ല ഇത്ര സാരി എടുത്ത്